വെൽക്കം ബാക്ക് ട്രാവൽ ഗോസ് സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുത്തൻ പടം ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്കൊക്കെ വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു സിനിമാ നടന്റെ കരിയറിൽ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2.5 കോടി രൂപ പോലും സാറ്റലൈറ്റ് വാല്യൂ തികച്ചും ഇല്ലാത്ത ഒരു നായകനാണ് സുരേഷ് ഗോപി. ഇതിൽ ഒരു തർക്കവും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. കാരണം 2.5 കോടി രൂപ പോലും അദ്ദേഹത്തിന് സാറ്റലൈറ്റ് വാല്യൂ ഇല്ല. നല്ല രീതിയിൽ തിയേറ്ററിൽ ഇരുത്തി ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പ്രൗഢി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഗോകുലം മൂവീസ് ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കളക്ഷൻ റെക്കോർഡുകൾ വേറിട്ട് മുമ്പോട്ട് കുതിക്കും. അതിൽ 100% ഗ്യാരണ്ടി ആയ ഒരു കാര്യമാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും നല്ലൊരു ഏജ് ഉണ്ട്. ഈ ഒരു ഏജിൽ കടുവാക്കുന്നതിൽ കുറുവാച്ചനായി നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ കാണാനുള്ള കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ഷൻ എത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് പഴയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്യാൻ സാധിക്കത്തില്ല എന്നതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും കടുവ വന്ന് മലയാള പ്രേക്ഷകരുടെ മനവും കൊണ്ടുപോയ ഒരു ഡയറക്ടറുണ്ട് ഷാജി കൈലാസ്. എന്തായാലും അദ്ദേഹത്തിന്റെ അത്ര ബ്രില്യൻസ് ഒന്നും ഈ ഒരു ഡയറക്ടറിന് കാണത്തില്ല എന്നത് 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ കടുവ എങ്ങനെയുണ്ട്, വീഴുന്നോ ഇഴയുന്നോ എന്ന് നമുക്ക് ഉറപ്പായിട്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.